വിദ്യാഭ്യാസ മന്ത്രി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നു. പ്രശ്നങ്ങൾക്ക് രമ്യമായ പരിഹാരം കാണുന്നതിന് പകരം അതിനെ രാഷ്ട്രീയ വിവാദമാക്കി മുതലെടുപ്പ് നടത്തുവാനുള്ള ശ്രമങ്ങൾ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഈ വിഷയത്തിൽ സർക്കാർ നിയമപരമായി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യും. വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. എന്ന് മാത്രമല്ല, ഇപ്പോൾ അവിടെ പ്രശ്നം ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്തി കഴിഞ്ഞു. ഇനി പരിഹാരം കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷവും വീണ്ടും പ്രകോപനം ഉണ്ടാക്കുന്നതിന് വേണ്ടി പത്രസമ്മേളനം നടത്തിയത് ഉചിതമായിട്ടുള്ള മാർഗം അല്ല. ഗവൺമെന്റ് ഭാഗം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ തന്നെ പറഞ്ഞു, മാനേജ്മെന്റും കോളേജിന്റെ ഭരണാധികാരികളും കുട്ടിയുടെ അച്ഛനും അതുപോലെ തന്നെ മറ്റ് ബന്ധുക്കളുമായി ചർച്ച ചെയ്ത് കുട്ടിയെ അവിടുത്തെ നിയമം അനുസരിച്ച് യൂണിഫോമിനെ സംബന്ധിച്ചിടത്തോളം ആ സ്കൂളിന്റെ നിയമം അനുസരിച്ചുകൊണ്ട് അവിടെ ക്ലാസ്സിൽ കയറ്റാൻ വേണ്ടി തീരുമാനിച്ചു. അതോടെ പ്രശ്നം തീർന്നു. ആ പ്രശ്നം തീർന്നതിന് ശേഷം ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗവൺമെന്റിനെയും മന്ത്രിയെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിനെയൊക്കെ തന്നെ ഒരു അടിസ്ഥാനവും നിയമപരമായി ബന്ധമില്ലാത്തതും ബലമില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വിമർശനം നടത്തുക എന്ന് പറഞ്ഞാൽ അത് ബോധപൂർവം പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിച്ച് നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയാണ്. ആ രാഷ്ട്രീയവൽക്കരിച്ച് നിലനിർത്തിക്കൊണ്ടു പോകുന്ന കാര്യത്തിൽ ഉള്ള സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടി ആ മാനേജ്മെന്റും തയ്യാറായി എന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത്. എയ്ഡഡ് മാനേജ്മെന്റിന്റെ ന്യായമായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് അവസരത്തിലും പരിഹാരം കാണുന്നതിന് വേണ്ടി തയ്യാറാണ്. പക്ഷേ ഏതെങ്കിലും പ്രത്യേക സമൂഹമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഈ നിയമമൊന്നും ബാധകമല്ല, ഞങ്ങൾ ഇതിനെല്ലാം എതിർക്കുമെന്ന് പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറല്ല. മറ്റൊരു കാര്യം, എന്ത് അധികാരമെന്നൊക്കെ ചോദിച്ചു. അങ്ങനെയൊന്നും കേരളത്തിലെ ഒരു മാനേജ്മെന്റും ചോദിച്ചിട്ടില്ല. KER ചാപ്റ്റർ 5 ഓപ്പണിംഗ് ആൻഡ് റിക്കഗ്നൈസേഷൻ ഓഫ് ദി സ്കൂളാണ്. പുതിയ സ്കൂൾ തുറക്കുന്നതും അതിനുള്ള അംഗീകാരമാണ് കേരള എഡ്യൂക്കേഷൻ റൂളിലെ ചാപ്റ്റർ 5 പറഞ്ഞിരിക്കുന്നത്. അതിലെ റൂൾ 11 പറഞ്ഞിരിക്കുന്നത് ഗ്രാന്റ് പെർമിഷൻ ടു ഓപ്പൺ ന്യൂ സ്കൂൾസ്. അൺഎയ്ഡഡിന്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. റൂൾ 3 പറയുന്നത് വിത്ഡ്രോയൽ ഓഫ് പെർമിഷൻ ഗ്രാന്റഡ് ടു ഓപ്പൺ സ്കൂൾ. അത് റൂൾ 3 പറയുന്നതാണ്. DGക്ക് അതിനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ട്. ഇത് ഇത്രയും അധികം ഞാനിത് വ്യക്തമാക്കാൻ കാരണം ഇതിനുള്ള എന്ത് അധികാരം എന്നൊക്കെയാണ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ 3 കൂട്ടരും ചോദിച്ചത്. വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള വെല്ലുവിളികളാണ് ഇന്നലെ നടത്തിയത്. ആ വെല്ലുവിളികളെല്ലാം തള്ളിക്കളയുകയാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ അവിടെ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും നടന്നിട്ടില്ല. അവിടെ പ്രശ്നങ്ങൾ അവസാനിച്ചതിന് ശേഷം ഈ രൂപത്തിലുള്ള ഒരു വെല്ലുവിളിയും പ്രഖ്യാപനം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇത് വിശദീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായത്. പിന്നെ ഗവൺമെന്റിന് മുകളിലാണ് ഞങ്ങൾ എന്നുള്ള ഭാവം ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കുന്ന പ്രശ്നമല്ല. അത് നടപ്പിലാക്കാൻ അത് തള്ളിക്കളയുകയാണ്. അതിനുശേഷമാണ് രാത്രിയോടെ ഒരു സ്റ്റേറ്റ്മെന്റ് താങ്കൾ ഇറങ്ങിയത്. അപ്പോൾ ആ സമയത്ത് അതിനൊരു അതിൽ പരാതി ആ സമയത്ത് ഇടപെടൽ ആവശ്യം ഉണ്ടായിരുന്നു. കാരണം ഈ പ്രശ്നം പരിഗണിച്ച് ആ അച്ഛൻ തന്നെ പറയുകയാണ് ഞാനിത് അംഗീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞതിന് ശേഷം സ്കൂളിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഉദ്യോഗസ്ഥ സ്റ്റേറ്റ്മെന്റ് വന്നാണ് വീണ്ടും ഒരു പ്രശ്നം പറയുന്നത്. അതൊന്നും ശരിയൊന്നുമില്ല. അന്ന് വിദ്യാഭ്യാസ വകുപ്പ് അവിടുത്തെ മാനേജ്മെന്റ് തനി ജനാധിപത്യ വിരുദ്ധമായിട്ടും അഹങ്കാരത്തോടും കൂടി പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ മോഹലേക്ക് എടുക്കണ്ടേ.
ഞാൻ ഇതിന്റെ ബന്ധപ്പെട്ട മന്ത്രി പറഞ്ഞല്ലേ, പ്രശ്നം അവസാനിച്ചു ഇന്നലെയും പറഞ്ഞല്ലേ, പിന്നെ അതിനുശേഷം ഈ രൂപത്തിലുള്ള വെല്ലുവിളി നടത്തി. പ്രശ്നങ്ങൾ ന്യായമായ പരിഹാരം കാണണമെന്ന് ആഗ്രഹിക്കുന്നവരും പ്രശ്നത്തിന്റെ ആഴം എത്രമാത്രം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയവരും സുപ്രീം കോടതിയുടെ വിധി എന്താണെന്ന് മനസ്സിലാക്കിയവരും ഹൈക്കോടതിയുടെ വിധി എന്താണെന്ന് മനസ്സിലാക്കിയവരും ഭിന്നശേഷിയെ സംബന്ധിച്ചിടത്തോളമുള്ള നിയമം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരും തീർച്ചയായിട്ടും ആ സമൂഹമാകെ തന്നെ ഗവൺമെന്റ് എടുത്തിട്ടുള്ള തീരുമാനത്തോട് യോജിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കാത്ത ഏതാനും ആൾക്കാർ പ്രതിഷേധം ചെയ്യുന്നുണ്ട്. അത് അവരുടെ അവകാശം അത് നടത്തിക്കോട്ടെ. കാര്യം അതായത് സുപ്രീം കോടതിയിൽ പോകുമ്പോൾ സർക്കാർ നിലപാടായിരിക്കുന്ന പറഞ്ഞിരിക്കുന്നുണ്ട്. സംഭവം പറയുന്നത് അങ്ങനെ സർക്കാർ സുപ്രീം കോടതി കാര്യമില്ല. സർക്കാർ NS നായകന്റെ അനുകൂലമായ വിധി തങ്ങൾക്ക് നടപ്പാക്കിക്കൊണ്ടുള്ള ഒരു ഓർഡർ പുറപ്പെടുവിക്കാൻ വേണ്ടത് കോടതി പോയിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ പല ഡിമാൻഡ് വയ്ക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ. എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞാനത് മനസ്സിലാക്കിയിട്ട് പറയാം. എന്നാ പിന്നെ അവസാനിപ്പിക്കാം. ഏതാ ഇന്ന് വന്നില്ല, കോടതിയിൽ വന്നിട്ടില്ല. അത് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. നമ്മളത് അന്വേഷിച്ചിട്ട് പറയുന്നില്ല നല്ലത്. ഇനി ഈ വിഷയത്തിൽ മേലിൽ ചർച്ചയില്ല കേട്ടാ. ഇനി അവസാനിപ്പിച്ചു. അല്ല, ഇതോടുകൂടി നമ്മൾ അവസാനിപ്പിച്ചു. ഭിന്നശേഷി നമ്മുടെ സ്കൂള് ഇങ്ങനെ സൈക്ലിംഗ് പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലേ. ശരി, എന്നാ ഞാനവിടെ ഇരുന്ന് നിങ്ങളോട് ചെയ്യും. പള്ളുരുത്തി സെയിന്റ് റീറ്റ സ്കൂളിലെ ഹിജാബ് വിവാദം അത് അവസാനിപ്പിച്ചിരിക്കുന്നു സർക്കാർ എന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയത്. പക്ഷേ മാനേജ്മെന്റിനെതിരെ അദ്ദേഹം പരസ്യമായി തന്നെ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിഷയം രാഷ്ട്രീയവത്കരിക്കാനാണ് ശ്രമമുണ്ടായത്. ഒപ്പം സർക്കാരിന് മുകളിലാണ് ഏതെങ്കിലും മാനേജ്മെന്റ് എന്ന ഭാവം വേണ്ട എന്നതുൾപ്പെടെ രൂക്ഷ വിമർശനം മാനേജ്മെന്റിനെതിരെ വിദ്യാഭ്യാസ മന്ത്രി ഉന്നയിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.